അപ്പോൾ മാംഗോ മെഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പൂമരമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അതിൻ്റെ പൂ കാണാനായിട്ട്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു പൂവാണ്. അപ്പം ഞാനിത് വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് അതിൽ നിറയെ പൂക്കളായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ആ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. കാരണം ഇതിൻ്റെ പൂക്കൾക്ക് ഒരു 3 ദിവസത്തോളമാണ് ആയുസ് ഉണ്ടാവുക. പക്ഷെ ഭംഗിയിൽ മുൻപന്തിയിൽ തന്നെയാണ് കേട്ടോ. റോസ് തോറ്റുപോകും, റോസാപ്പൂ ഇല്ല, അത് തോറ്റുപോകും. അത്ര ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്ക് നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ആ ചെടിയും മരവും ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം, ബ്രൗണിയ എന്നാണ് ആ മരത്തിൻ്റെ പേര്. ഇതാണ് ഞാൻ പറഞ്ഞ ആ പൂക്കൾ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ഇതിൻ്റെ ഇലകളാണെങ്കിലും തണ്ടുകൾ താഴേക്കാണ് തൂങ്ങി വരുന്നത്. ഇതിൻ്റെ തടിയുടെ പ്രത്യേകത നോക്കിക്കേ, ഒരു തവിട്ട് കളറാണ് ഇതിൻ്റെ തടിക്ക് വരുന്നത്. അതിൻ്റെ തൊലിയാണെങ്കിലും ഇങ്ങനെ പൊളിഞ്ഞ് പോരുന്ന രീതിയിലാണ് അതിൻ്റെ ആ ഒരു സ്കിൻ ടൈപ്പ് വരുന്നത്. അതേപോലെ തന്നെ ഇലകൾക്ക് നല്ല പച്ച കളറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂമ്പലകൾ വരുമ്പോഴത്തേക്കും നല്ല തവിട്ട് കളർ വരും. ആ ഒരു തവിട്ട് കളർന്ന് ഇങ്ങനെ ഇതിൻ്റെ കമ്പുകളെല്ലാം തന്നെ താഴേക്ക് തൂങ്ങിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൗണിയ ചെടിയുടെ പൂവ്. നല്ല ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ഇതിങ്ങനെ താഴേക്കാണ് നിൽക്കുന്ന ഒരു കുട പോലെയാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ട്യൂബുലാർ ഷേപ്പിൽ കുറേ പൂക്കൾ ചേർന്നിട്ടാണ് ഒരൊറ്റ പൂവായിട്ട് വരുന്നത്. നല്ല രസമുണ്ട്. പക്ഷേ 3 ദിവസമാണ് ആ പൂവിന് ആയുസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിനകത്തുണ്ടല്ലോ, ഇതിൽ ഒരുപാട് പൂന്തേൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഈ പൂക്കൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, കാരണം വേനൽ സമയത്താണ് ഇതിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത്. വേനൽ സമയമാണ് അതിൻ്റെ പൂ വിരിയുന്ന സമയം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ ഇതിൻ്റെ തേൻ കുടിക്കാനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് കുഞ്ഞു പക്ഷികളൊക്കെ ഇഷ്ടം പോലെ വന്നിരുന്ന് തേൻ കുടിക്കും. അതേപോലെ ഇതാണ് കേട്ടോ അതിൻ്റെ മൊട്ട്, വിരിയാൻ നിൽക്കുന്ന മൊട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ ശിംശിബ വൃക്ഷമില്ലേ, അതിൻ്റെ ഇലകളോടൊക്കെ ഒരു സാമ്യമുള്ള ഇലകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈലും വരുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ. താഴത്തേക്കാണ്. ശിംശിബ വൃക്ഷവും ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലും ശിഖരങ്ങൾ ഇങ്ങനെ താഴേക്കാണ് വരുന്നത്. ഇത് നമ്മുടെ അശോകമരമില്ലേ, അശോകമരത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണ് കേട്ടോ ഈ ബ്രൗണിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലകൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തണ്ടിൽ താഴെയായിരിക്കും പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് വൈകുന്നേര സമയങ്ങളിൽ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ മേൽപോട്ടാകുമെന്നാണ് പറയുന്നത്, ഇതിൻ്റെ പൂക്കൾക്ക് മഞ്ഞുവീഴ്ച കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇലകൾ താഴെ കീഴ്പോട്ടേക്ക് വരും, സൂര്യനിൽ നിന്ന് ആ പൂക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് കേട്ടോ. ഈ മരത്തിൻ്റെ, ഈ ചെടിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബ്രൗൺഡ് ഗ്രാൻഡിസെപ്സ് എന്നാണ്. അതേപോലെ തന്നെ ബ്രൗണിയ എന്ന് മാത്രമല്ല പല പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. റോസ് ഓഫ് വെനിസുല, അതേപോലെ തന്നെ സ്കാർലറ്റ് ഫ്ലെയിം ബീൻ, അങ്ങനെ. പക്ഷെ കോമൺ ആയിട്ട് നമ്മുടെ എവിടെയൊക്കെയുള്ള ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് ഓഫ് ദ ജംഗിൾ എന്നാണ് കേട്ടോ. ആ പൂവിൻ്റെ പ്രാധാന്യം കൊണ്ടായിരിക്കാം റോസ് ഓഫ് ദ ജംഗിൾ എന്ന് വിളിക്കുന്നത്. കാരണം കാട്ടിലെ റോസാപ്പൂവ്, കാരണം ആ റോസാപ്പൂവിനേക്കാളും ഭംഗിയാണ് അതിങ്ങനെ നിറയെ ഉണ്ടായി കിടക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഒരു 6 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു മരമായിട്ട്. അപ്പോൾ ഈ ചെടിയെക്കുറിച്ചുണ്ടല്ലോ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.